ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങാം. ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും ചിലപ്പോൾ യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് തുടങ്ങേണ്ടത്, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എങ്ങനെ എണിച്ച കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടെ നമ്മളതിനെക്കുറിച്ച് പയ്യെ പയ്യെ ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടായിരിക്കും ഞാൻ ഒട്ടുമിക്ക എല്ലാ വീഡിയോസും ഞാൻ ഇട്ടിട്ടുള്ളത്. മറ്റുള്ളവരുടെ വീഡിയോ കണ്ടിട്ട് ഒരിക്കലും നമ്മൾ അഭിപ്രായം പറയാനൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. നമ്മുടെ സ്വന്തമായിട്ടൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് എന്തൊരു കാര്യമാണെങ്കിലും നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്, അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. നമുക്ക് ചാനൽ തുടങ്ങാനായിട്ട് ആദ്യം തന്നെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇമെയിൽ ഐ ഡി ആണ്. നമുക്കൊരു ഇമെയിൽ ഐ ഡി വേണം, പിന്നെ അതിനൊരു പാസ്വേഡ് വേണം. അതാണ് നമുക്ക് ഫസ്റ്റായിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ വേണ്ടത്. നമുക്ക് യൂട്യൂബിൽ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്കൊരു അക്കൗണ്ട് കിട്ടും. ആ അക്കൗണ്ട് ഒരു 0 സബ്സ്ക്രൈബർ അക്കൗണ്ട് ആയിരിക്കും. നമുക്കതിൽ ഷോർട്ട് ഇടുക, വീഡിയോ ഇടുക, അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് നമ്മൾ യൂട്യൂബ് ചാനൽ തുറന്നതിന് ശേഷം അതിൻ്റെ നടുക്കായിട്ട് ഒരു ഇൻറ്റു ബട്ടൺ ഉണ്ട്, ഇൻറ്റു പോലെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലോഡിങ് ചെയ്യാനുള്ളതുണ്ട്. അതിൽ വീഡിയോ, ഷോർട്സ്, ലൈവ് ആൻഡ് പോസ്റ്റ്, ഈ 4 വിഭാഗമായിട്ട് നമുക്ക് കാണാം. നമ്മളിപ്പോൾ എന്തെങ്കിലും 1 മിനിറ്റിന് താഴെയുള്ളതെല്ലാം ഷോർട്സിലാണ് പെടുന്നത്. അപ്പോൾ 1 മിനിറ്റ് വരുന്നത് മാത്രമേ ഈ ഷോർട്സിൽ ഉള്ളൂ. 1 മിനിറ്റിന് കൂടുതൽ വരുന്നതെല്ലാം ഓട്ടോമാറ്റിക്കലി വീഡിയോയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും വീഡിയോ ഹൊറിസോണ്ടലാക്കി എടുക്കാതിരിക്കുക, വെർട്ടിക്കലായിട്ട് തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ലൈവൊക്കെ ഇടണമെങ്കിൽ ഏകദേശം 50 സബ്സ്ക്രൈബേഴ്സ് ആവണം. 50-100 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ആവണം. എന്നാൽ മാത്രമേ നമുക്ക് ലൈവൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങാനുള്ള കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത സെഷനിലേക്ക് നമുക്ക് പോകും. ഇത് പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊരു വീഡിയോ ഇടുമ്പോഴും അതിനെ അട്രാക്റ്റ് ചെയ്യണം. അപ്പം അതിനായിട്ട് നീട്ടി വലിച്ച് എഴുതാണ്ട് ചെറിയ രീതിയിൽ ചെറിയ വേർഡ്സ് വെച്ചിട്ട് നമ്മൾ ഷോർട്സിൽ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെ കേൾക്കുമ്പോൾ കൂടുതൽ അവർ അട്രാക്റ്റ് ചെയ്ത് ഇതിലേക്കൊക്കെ വരും. അങ്ങനെ തമ്പ്നെയിലിനെ കുറിച്ചിട്ടൊക്കെ ഞാനൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പിന്നാലെ തന്നെ അപ്പോൾ അതെല്ലാവരും ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കട്ടെ. തമ്പ്നെയിൽ എങ്ങനെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ഞാൻ പിന്നെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നന്നായി വീഡിയോ എഡിറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മളെ കയ്യിൽ ഇപ്പോൾ ഏത് ഫോണാണോ എന്നൊന്നൊരു വിഷയമല്ല, അത് കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്ത് നല്ല ക്ലാരിറ്റിയിൽ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒട്ടും മങ്ങിയ പോലെയോ അങ്ങനെയൊന്നും എടുക്കാതെ നല്ലൊരു ക്ലാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിപ്പോൾ ഏത് ഫോണാണെങ്കിലും ശരി, ഐഫോണാണെങ്കിലും ശരി, മറ്റേത് ചെറിയ ഫോണാണെങ്കിലും ശരി, നമ്മളതിനെ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ള ഒരു കഴിവ് ആ വീഡിയോയ്ക്ക് ഉണ്ടായിരിക്കണം. അതാണ് നമ്മുടെ എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എഡിറ്റിംഗ് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയൊരു ആപ്പ് നിങ്ങളായിട്ട് ഞാൻ പരിചയപ്പെടുത്താം. നമുക്ക് വീഡിയോയിൽ കാണാം. ഞാനിതിൻ്റെ ഒപ്പം അത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഞാൻ എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് ഒരു ആപ്പാണ്. അതിൽ ഞാൻ ഫസ്റ്റ് വൺ ഉപയോഗിക്കുന്നത് VN എന്ന് പറഞ്ഞിട്ടൊരു ആപ്പാണ്. പിന്നെ ഇൻഷോട്ട്, ഈ 2 ആപ്പുകളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ചിലർ ക്യാപ് കട്ടാണ് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ആപ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിട്ട് ഞാനിപ്പോൾ ഫസ്റ്റ് എടുക്കുന്നത് ഇൻഷോട്ടാണ്. ഇൻഷോട്ട് ഓപ്പൺ ആക്കിയിട്ട് നമുക്കിതിൽ ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്യട്ടോ. അപ്പം നമുക്കതിൽ സെലക്ട് ചെയ്തിട്ട് എൻ്റെ ക്യാൻവാസ് എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ സെലക്ട് ചെയ്ത് നമുക്ക് മ്യൂസിക് കൊടുക്കാം. മ്യൂസിക് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ആ ആപ്പിലുള്ള ട്യൂൺസോ മ്യൂസിക് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ടെക്സ്റ്റ്, സ്റ്റിക്കേഴ്സ്, ക്യാപ്ഷൻസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, വീഡിയോൻ്റെ ബ്ലർ ചെയ്യണത്, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ വരയ്ക്കേണ്ട കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ എഫക്റ്റുകൾ, ഫിൽറ്റേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ വരുന്നത്. പിന്നെ സാച്ചുറേറ്റ് ചെയ്യുന്നത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഫിൽറ്റർ കൊടുക്കാവുന്നതാണ്. അതെല്ലാം കൊടുക്കുക. പിന്നെ പിപ്പ് ചെയ്യണത്, നമുക്കൊരു ഫോട്ടോ പിപ്പ് ചെയ്യുന്നത് സ്പ്ലിറ്റ് ചെയ്യുക, പിന്നെ കട്ട് ചെയ്യണത്, അതിൻ്റെ അനിമേഷൻ കൊടുക്കുക, അങ്ങനത്തെ ഒത്തിരി ഫീച്ചേഴ്സ് ഇതിലുണ്ട്. അപ്പം നമുക്കതെല്ലാം ഈ ഒറ്റൊരു ആപ്പിലൂടെ നമുക്കിതെല്ലാം കിട്ടും. ഇതൊക്കെ ഫ്രീ ആണ് കേട്ടോ. ഒന്നിനും നമുക്ക് പൈസ അടക്കിയ കാര്യങ്ങളൊന്നും ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കത് പൈസ അടച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷെ അതിന് പ്രത്യേക നമുക്ക് എഫക്റ്റുകളും കാര്യങ്ങളും അതിന് പൈസ അടയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. നമുക്ക് പൈസ തരുന്നത് ആവശ്യമില്ലാത്ത കാരണം നമ്മളിത് നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം. നമ്മളിപ്പോൾ യൂട്യൂബ് തുടങ്ങി
തുടക്കക്കാർക്ക് എന്തായാലും മസ്റ്റായിട്ട് അവർ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇൻഷോട്ട് എന്നൊരു വാട്ടർമാർക്ക് അതിൽ വരും. അപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരസ്യം വരും കേട്ടോ. ആ പരസ്യം കിട്ടി കഴിഞ്ഞാൽ ഫുൾ കണ്ടിട്ട് നമുക്ക് ഇൻഡു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇൻഷോട്ട് എന്നുള്ളത് ഇവിടുന്ന് പോകും കേട്ടോ. പിന്നെ നമ്മൾ VN ആണ് എടുത്തത്. അപ്പോൾ VN സെയിം ഇതുപോലെ തന്നെയാണ് അതും ഉള്ളത്. പക്ഷേ ഇത്രയും കൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇൻഷോട്ടാണ് കേട്ടോ. ഇത് സംഭവം എല്ലാം ഓക്കെയാണ്, ഫിറ്റും കാര്യങ്ങളെല്ലാം ഓക്കെയാണ് കേട്ടോ, പക്കയാണ്. എനിക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇൻഷോട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.